വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ, എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. നമസ്കാരം. G4 വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം. മാവേലി തമ്പുരാൻ നാടുവാണിരുന്ന, കള്ളവും ചതിയും ഇല്ലാതിരുന്ന, സമ്പൽ സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും നല്ല നാളുകളെ ഓർമ്മിപ്പിക്കുന്ന തിരുവോണപ്പുലരിയിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. G4 ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ പ്രമോദ് പടിയത്ത്. പ്രധാന വാർത്തകൾ. തിരുവോണപ്പുലരി പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉത്രാട തിരക്കിലമർന്ന് നാടും നഗരവും. കത്തിക്കയറി പൂവില, ആശങ്കയായി മഴയുടെ ഭീഷണിയും. തൃശൂരിലും തെരുവുനായ ആക്രമണം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും UP സ്വദേശിക്കും കടിയേറ്റു. പലതവണ പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഡിവിഷൻ കൌൺസിലറുടെ ആരോപണം. ഓണാഘോഷത്തിനിടെ അക്രമം കാണിക്കാനെത്തിയ കൊടും കുറ്റവാളികളെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 3 കുറ്റവാളികളാണ് അറസ്റ്റിലായത്. ഉത്രാടപ്പുലരിയിൽ കണ്ണനെ ദർശിക്കാൻ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കുവാനായി കാഴ്ചക്കുലകളുടെ സമർപ്പണം നടന്നു. വിശദമായ വാർത്തയിലേക്ക്. ഉത്സാഹത്തിമിർപ്പിനിടെ വന്നെത്തിയ ഓണം വീണ്ടും ആഘോഷപൂരിതമാക്കാൻ ഒരുങ്ങി മലയാളികൾ. തിരുവോണപ്പുലരി പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉത്രാട തിരക്കിലമർന്ന് നാടും നഗരവും. കത്തിക്കയറി പൂവില, ആശങ്കയായി മഴയുടെ ഭീഷണിയും. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധികൾക്കിടയിലും ആഘോഷപൂർവ്വം ഓണം ആഘോഷിക്കാനൊരുങ്ങുന്ന മലയാളികൾക്ക് മുൻപിൽ മഴ വില്ലനായി എത്തിയപ്പോഴും ഓണവിപണിയിൽ തിരക്കിനൊട്ടും കുറവ് വന്നിട്ടില്ല. തിരുവോണ തലേന്നായ ഇന്ന് നാടും നഗരവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. ഓണവിപണിക്ക് പുറമെ വഴിയോര കച്ചവടക്കാരും സജീവമായ ഉത്രാട ദിനത്തിൽ വാഹനയാത്രികരും നിരത്തുകൾ കൈയടക്കി. പൂവിപണിയിൽ 3-4 ഇരട്ടിയിലധികം വില ഉയർന്നത് ജനങ്ങളുടെ ആവേശത്തെ പിന്നോട്ടടിച്ചെങ്കിലും പൂക്കൾ വാങ്ങാതെ ആരും മടങ്ങിയിരുന്നില്ല. ആഘോഷമില്ലാതെ കടന്നുപോയ ഓണത്തിന്റെ ക്ഷീണം ഇത്തവണ മറികടക്കണമെന്ന വാശിയിൽ തന്നെ ഓണം കെങ്കേമമാക്കാനുള്ള ശ്രമത്തിലാണ് മലയാളികൾ. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഒരുക്കിയ വിപണിയിൽ പതിവ് വർഷങ്ങളെക്കാൾ അധികം തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. ഓണാഘോഷങ്ങൾ കാണുന്നതിനും ക്യാമറകളിലൂടെ അവ ഒപ്പിയെടുക്കുന്നതിനും നിരവധി പേർ തേക്കിൻകാട് മൈതാനിയിലും മറ്റും ഇടം പിടിച്ചിരുന്നു. നിരത്തുകളിൽ വാഹനങ്ങളുടെ ആധിക്യം മൂലമുണ്ടായ കുരുക്കൊഴിവാക്കാൻ നഗരപരിധിയിൽ നിരവധി പോലീസുകാരെ വിന്യസിച്ചിരുന്നുവെങ്കിലും അവരും ഏറെ പണിപ്പെട്ടാണ് ഗതാഗതം നിയന്ത്രിച്ചത്. പച്ചക്കറി വിപണിയിൽ ചുരുക്കം ചില പച്ചക്കറികൾക്കൊഴികെ മറ്റൊന്നിനും കാര്യമായ വില കയറിയില്ല എന്നതും ഏറെ ശ്രദ്ധേയമായി. പച്ചക്കറികളുടെ ഉത്പാദനം വർദ്ധിച്ചതും വിപണിയിൽ സുലഭമായി ലഭിക്കാൻ സാഹചര്യം ഉണ്ടായതിനാലുമാണ് വില കുതിച്ചുയരാതിരുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. തുണിക്കച്ചവടക്കാർക്കും വലിയ ആശ്വാസമാണ് ഇത്തവണ ഓണം സമ്മാനിച്ചിരിക്കുന്നത്. തിരുവോണത്തിനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വ്യാഴാഴ്ച ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രഖ്യാപിച്ചത് മാത്രമാണ് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് മാറി യെല്ലോ അലർട്ടായതും മഴ ഒഴിഞ്ഞു നിന്നതും പോലെ തന്നെ ഓണത്തിന്റെ ദിനം മഴ മാറി നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് നാടും നഗരവും. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ സത്യമാകട്ടെ എന്ന് ഞങ്ങളും പ്രത്യാശിക്കുന്നു. ഫെസ്റ്റിവൽ ഡെസ്ക്, G4 ന്യൂസ്, തൃശൂർ. തൃശൂരിലും തെരുവുനായ ആക്രമണം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും UP സ്വദേശിക്കും നായയുടെ കടിയേറ്റു. നായ്ശല്യത്തിനെതിരെ പലതവണ പരാതി ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്ന് ഡിവിഷൻ കൌൺസിലറുടെ ആരോപണം. തൃശൂർ അഞ്ചേരി സ്കൂളിന് സമീപം ഇന്ന് വൈകിട്ടാണ് നായയുടെ ആക്രമണമുണ്ടായത്. സ്കൂളിന് സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ട ഓട്ടോയിൽ കയറാൻ ശ്രമിക്കവെയാണ് തറയിൽ അന്തോണിയുടെ മകൻ 57 വയസ്സുള്ള സന്തോഷിനെ നായ ആക്രമിച്ചത്. ഇദ്ദേഹത്തിന്റെ കാലിനാണ് കടിയേറ്റിട്ടുള്ളത്. തുടർന്ന് തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സന്തോഷിന് പേവിഷത്തിന് എതിരെയുള്ള കുത്തിവയ്പ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്.
വളർക്കാവിൽ താമസിക്കുന്ന UP സ്വദേശിയായ 45-കാരൻ നാഗേന്ദ്ര ശർമ്മയ്ക്കും നായയുടെ കടിയേറ്റിട്ടുണ്ട്. നായശല്യം രൂക്ഷമായ മേഖലയിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് കത്ത് നൽകിയിരുന്നുവെന്നും കഴിഞ്ഞ കൌൺസിലിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നതായും ഡിവിഷൻ കൌൺസിലർ EV സുനിൽ രാജ് ആരോപിച്ചു. ബുധനാഴ്ച രാവിലെ പോലും ABC വിഭാഗത്തിലെ ഡോക്ടറെ ബന്ധപ്പെട്ടിരുന്നുവെന്നും പരിക്കേറ്റ സന്തോഷിന് ആവശ്യമായ സഹായം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓണാഘോഷത്തിനിടെ അക്രമം കാണിക്കാനെത്തിയ കൊടും കുറ്റവാളികളെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 3 കുറ്റവാളികളെയാണ് പോലീസ് പിടികൂടിയത്. തൃശൂർ മാറ്റാമ്പുറം പൂളാക്കൽ 40 വയസ്സുള്ള രഞ്ജിത്ത് എന്ന കടവി രഞ്ജിത്ത്, ഒല്ലൂർ നടത്തറ കാച്ചേരി സ്വദേശി 31 വയസ്സുള്ള കുരുതുകുളങ്ങര ലിൻഡോ ബാബു, വിയൂർ വിൽവട്ടം നെല്ലിക്കാട് അരിമ്പൂർ വളപ്പിൽ 35 വയസ്സുള്ള കൈസർ എന്ന അശ്വിൻ എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓണത്തോടനുബന്ധിച്ച് സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിൽ ഒട്ടേറെ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ആഘോഷങ്ങളുടെ മറവിൽ കുറ്റകൃത്യങ്ങൾക്ക് തയ്യാറെടുത്തിരുന്ന 14 പിടികിട്ടാപ്പുള്ളികൾ പിടിയിലായി. കോടതിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന 114 വാറണ്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാജമാറ്റ്, അനധികൃത മദ്യം കൈവശം വയ്ക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് 6 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തു. കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ചതിനും മറ്റ് ഇതര മയക്കുമരുന്നുകൾ ഉപയോഗിച്ചതിനും 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുകൂടാതെ ഓണാഘോഷത്തിന് അക്രമമുണ്ടാക്കാൻ സാധ്യതയുള്ള 13 പേരെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കി. മദ്യപിച്ച് വാഹനമോടിച്ചതിന് 128 പേരാണ് പോലീസിന്റെ പിടിയിലായത്. പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യ അറിയിച്ചു. കാഴ്ചക്കുലകളുമായി കണ്ണനെ കാണാൻ ഉത്രാടപ്പുലരിയിൽ ഗുരുവായൂരിലെത്തിയത് 100 കണക്കിന് ഭക്തർ. ഭഗവാന് കാഴ്ചക്കുല നൽകിയാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടുകളിൽ ഏറ്റവും വലുതാണ് ഉത്രാടനാളിലെ കാഴ്ചക്കുല സമർപ്പണം. മോഹവില നൽകി ലക്ഷണമൊത്ത കാഴ്ചക്കുലകളുമായാണ് ഭക്തർ ഗുരുവായൂരിൽ എത്തിയത്. രാവിലെ 7-ന് ശിവേലിക്ക് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. കൊടിമരത്തിന് സമീപം നാക്കിലയിൽ മേൽശാന്തി ആദ്യ കുല ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്നാണ് ഭക്തർ സമർപ്പിച്ചത്. കാഴ്ചക്കുലകളിൽ നിന്നും ഒരു ഭാഗം ഭഗവാന്റെ ആനകൾക്കും ഒരു ഭാഗം തിരുവോണനാളിലെ സദ്യയ്ക്കും ഉപയോഗിക്കും. അതേസമയം ഉത്രാടനാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. നാഷണൽ സർവീസ് സ്കീം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ഓമനിക്കാൻ ഒരു ഓണക്കാലം എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സമൂഹത്തിൽ വേർതിരിച്ചു നിർത്തിയ അടിസ്ഥാന വർഗ തൊഴിലാളികളെ ചേർത്ത് നിർത്താൻ ഓണാഘോഷത്തിലൂടെ സാധിച്ചെന്നും NSSന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മുനിസിപ്പൽ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, സെക്യൂരിറ്റി തൊഴിലാളികൾ എന്നിവർക്ക് മന്ത്രി ഓണക്കോടി വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുടയിൽ SN ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന NSS ഓഫീസർ ഡോക്ടർ N. അൻസാർ അധ്യക്ഷത വഹിച്ചു. PAC ഇരിങ്ങാലക്കുട ക്ലസ്റ്റർ OS ശ്രീജിത്ത് ആശംസകൾ അർപ്പിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ക്രൈസ്റ്റ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ SR ജിൻസി, സെന്റ് ജോസഫ് കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ അമൃത, ഹയർ സെക്കൻഡറി PA തോമസ്, ഹാസിദ ദിവാകരൻ, ER രേഖ, കാലിക്കറ്റ് സർവകലാശാല തൃശൂർ ജില്ലാ NSS കോർഡിനേറ്റർ ഡോക്ടർ ബിനു TV എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. ചാലക്കുടിയിൽ വീട് കയറി ആക്രമിച്ച് കവർച്ച നടത്തി മുങ്ങിയ പ്രതി ഒടുവിൽ പോലീസ് പിടിയിൽ. ആക്രമണം നടത്തി 18 വർഷത്തിന് ശേഷമാണ് പ്രതി പിടിയിലായത്. പത്തനംതിട്ട മെഴുവേലി വില്ലേജിൽ കുളനട തുമ്പമൺ താഴത്ത് മാമ്പിള്ളി വീട്ടിൽ മൈനാകം എന്നറിയപ്പെടുന്ന 39 വയസ്സുള്ള രാജേഷ് കുമാറിനെയാണ് ചാലക്കുടി DYSP CR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രാജേഷ്. കാലാവസ്ഥ. അതിശക്തമായ മഴ പ്രവചിച്ച സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ടുകളിൽ മാറ്റം. 3 ജില്ലകളിൽ മാത്രം ഓറഞ്ച് അലർട്ട്. തിരുവോണനാളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 12 ജില്ലകളിലാണ് നേരത്തെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്.
എന്നാൽ പുതുക്കിയ റിപ്പോർട്ട് പ്രകാരം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിൽ ഉള്ളത്. ഇതിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ടാണ്. ഇതിനു പുറമെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ അടക്കം 5 ജില്ലകളിലും നാളെ യെല്ലോ അലർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യതയുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ സെപ്റ്റംബർ 9 വരെ മത്സ്യബന്ധനത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയുടെ നഗര സ്ഥിരാകേന്ദ്രങ്ങളിലും നാട്ടുപാതകളിലും സർഗ, സംഗീത, കായിക കലാവിരുന്നൊരുക്കിയ വർണ്ണക്കുടയുടെ ആഘോഷ രാപ്പകലുകൾക്ക് പ്രൗഢഗംഭീരമായ കൊടിയിറക്കം. കാത്തിരുന്ന് കൈവന്ന ഓണാഘോഷത്തിന്റെ ലഹരിയിൽ സ്വയം മറന്ന ദിനരാത്രങ്ങളുടെ അലയടികൾ ഇരിഞ്ഞാലക്കുടയുടെ ഇടനെഞ്ചിൽ അവശേഷിപ്പിച്ചാണ് വർണ്ണക്കുടയുടെ ഉത്സവ നാളുകൾക്ക് ഔദ്യോഗികമായി തിരശീല വീണത്. അയ്യങ്കാവ് മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാര ജേതാവ് നഞ്ചിയമ്മ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് വരുത്തിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ഓണം ആഘോഷിക്കാനായതിന്റെ സന്തോഷം പങ്കുവച്ച നഞ്ചിയമ്മ പതിവ് പോലെ പാട്ടുപാടി വേദിയെ ആവേശഭരിതമാക്കി. നഞ്ചിയമ്മയുടെ പാട്ടിന്റെ താളത്തിനൊപ്പം വേദിയും ഒത്തൊരുമിച്ചതോടെ വർണ്ണക്കുട മഹോത്സവം ആവേശത്താൽ ആറാടി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. RLV രാമകൃഷ്ണൻ, അയ്യപ്പക്കുട്ടി ഉദിമാനം, പി കെ കിട്ടൻ മാസ്റ്റർ, ചന്ദ്രൻ, മുരളി എന്നീ കലാകാരന്മാരെ ചടങ്ങിൽ ആദരിച്ചു. പൊതുസമ്മേളനത്തിന് മുൻപ് റിതം ഓഫ് ഫോക്ക് നാടൻ പാട്ടുത്സവവും സമ്മേളന ശേഷം തൈക്കുടം ബ്രിഡ്ജിന്റെ മ്യൂസിക് ബാൻഡും അരങ്ങേറി. ഇരിഞ്ഞാലക്കുടയുടെ മതേതര മഹോത്സവം എന്ന നിലയിൽ 1 മാസത്തോളം നീണ്ട ആഘോഷ പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെട്ട വർണ്ണക്കുടയിൽ പ്രഥമ പരിഗണന നൽകിയത് മണ്ണിന്റെ മണമുള്ള നാടൻ കലകൾക്കാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വർണ്ണക്കുടയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ണിന്റെ മണമുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകളും അതുപോലെ നാടൻ കലാരൂപങ്ങളും. തങ്ങളുടെ ശാരീരികമായ അധ്വാനം കൊണ്ട് ഒരു സമൂഹത്തെ ആകെ ഊട്ടിപ്പൊലിപ്പിച്ച ഏറ്റവും പണിയെടുക്കുന്ന വിഭാഗത്തിന് എന്നും ചൂഷണവും അനീതിയും അവഗണനയും അനുഭവിക്കേണ്ടി വന്നു. നാടൻ കലകൾക്ക് നൽകുന്ന അംഗീകാരത്തിന്റെ ഭാഗമായാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ദേശീയ അവാർഡ് ജേതാവും നൈസർഗികമായ കലാവൈഭവത്തിനുടമയുമായ നഞ്ചിയമ്മയെ തിരഞ്ഞെടുത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് G4U തൃശൂർ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2 ദിവസം മദ്യവിൽപ്പനശാലകൾ അടഞ്ഞുകിടക്കും. തിരുവോണത്തോടനുബന്ധിച്ച് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് തുടർച്ചയായ 2 ദിവസം മദ്യശാലകൾ അടച്ചിടുന്നത്. 4ാം ഓണമായ ചതയം ദിനം സംസ്ഥാനത്ത് നേരത്തെ തന്നെ ഡ്രൈ ഡേ പട്ടികയിലുണ്ട്. അന്ന് ബാറുകളിലും മദ്യം ലഭിക്കില്ല. എന്നാൽ തിരുവോണ ദിവസം ബാറുകൾ തുറന്ന് പ്രവർത്തിക്കും. നേരത്തെ ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തിന്റെ 75ാം വർഷം പ്രമാണിച്ച് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് അവധി നൽകിയിരുന്നു. എങ്കിലും അന്നും ബാറുകൾ പ്രവർത്തിച്ചിരുന്നു. ഓണനാളുകൾക്ക് ആവേശം നിറച്ച് മുന്നേറുന്ന വാഴാനി ഓണം ഫെസ്റ്റിന് സെപ്റ്റംബർ 9-ന് സമാപനം കുറിക്കും. കലാപരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 9-ന് വൈകിട്ട് 5:30-ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കും. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിക്കും. ഓഗസ്റ്റ് 30-ന് വിരുപ്പാക്ക കമ്പനിപ്പടി മുതൽ വാഴാനി വരെ നടത്തിയ ഘോഷയാത്രയോടെയാണ് ഓണം ഫെസ്റ്റിന് തുടക്കമായത്. ദീപാലങ്കാരം, വുമൺസ് തഗ് ഓഫ് വാർ, ഫുട്ബോൾ, പെനാൽറ്റി ഷൂട്ടൌട്ട്, കുട്ടികളുടെ കായിക മത്സരങ്ങൾ, തിരുവാതിരക്കളി, കുട്ടികളുടെ കലാമത്സരങ്ങൾ, പൂക്കള മത്സരം, മെഗാ തിരുവാതിര, നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വ്യത്യസ്ത ദിവസങ്ങളിലായി വാഴാനിയെ ആവേശത്തിലാഴ്ത്തും. വാർത്താ നേരത്തിൽ ഒരു ഇടവേള കൂടി. TJM Golden Diamonds, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. കേരള ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ 11ാമത് സംസ്ഥാന സമ്മേളനം വിവിധ പരിപാടികളോടെ തൃശൂരിൽ നടക്കും. സമൂഹ വിവാഹം, കുടുംബസംഗമം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. സെപ്റ്റംബർ 10-ന് രാവിലെ 10:30-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന സമൂഹ വിവാഹവും കുടുംബസംഗമവും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും, സമ്മേളനം പി ബാലചന്ദ്രൻ MLAയും, വിവാഹ സർട്ടിഫിക്കറ്റ് വിതരണം രമ്യ ഹരിദാസ് MP യും നിർവഹിക്കും.
സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഖാദർ നാട്ടിക, ടി കെ സൈദലവി, പ്രമോദ് എലപ്പുള്ളി, കെ രാംദാസ്, ഷജ്മൽ എന്നിവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ സി അഭിലാഷ് മുഖ്യാതിഥിയായിരുന്നു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് 1000 അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ഭാഗമായി ഭാരത് ജോഡോ മെഗാ പൂക്കളം ഇട്ടതിനു ശേഷമാണ് കൺവെൻഷൻ ആരംഭിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MU മുത്തുതങ്ങൾ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KS തങ്കമണി, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, ഷീന ചന്ദ്രൻ, മിനി വിനോദ്, ഷെർലി മോഹനൻ, ജിൻസി ഷാജി, ഓമന ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് ഓണാഘോഷ ചടങ്ങുകളും സംഘടിപ്പിച്ചു. കടലശ്ശേരി പുരൂവനം തപോവനം സനാതന ധർമ്മക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഭാരതരക്ഷാ ശക്തിരുദ്ര ഏകാഹ മഹായാഗവും ആദരണീയവും സംഘടിപ്പിക്കുന്നു. പെരുവനം ഗ്രാമം പാറക്കുളത്തിലെ ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. 10 വൈകിട്ട് 3 പൂർണ്ണ സ്വീകരണവും പാദപൂജയും ഉണ്ടായിരിക്കും. വയനാട് നരനാരായണ അദ്വൈതാശ്രമമാചാര്യൻ സ്വാമി ഹംസാനന്ദപുരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചങ്ങമ്പള്ളി കളരിപ്പറമ്പ് രാവുണ്ണി കുറുപ്പ് ഗുരുക്കൾ ശക്തിരുദ്ര ഏകാഹ യാഗത്തിന് നേതൃത്വം വഹിക്കും. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരിക്കും. വാർത്താസമ്മേളനത്തിൽ രുദ്രശ്രീ രാജൻ പുരുവനം, ദീപക് എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലും എസൻസ് യുവസമിതിയും ചേറ്റുവ വി സ്പോർട്സ് അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനിതാ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് തുടരുന്നു. 5ാം ദിവസമായ ബുധനാഴ്ച വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടർ രാജീവൻ മുഖ്യാതിഥിയായി. സ്പോർട്സ് കൌൺസിൽ കോച്ച് ജൻവിൻ റൈസാണ് 8 വയസ്സിനും 14 വയസ്സിനും മധ്യേയുള്ള പെൺകുട്ടികൾക്കായി നാട്ടിക മണപ്പുറത്ത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പിന്റെ മുഖ്യ പരിശീലകൻ. ക്ലബ് അംഗങ്ങളായ ഗോപൻ, എസ് നവാസ്, സൈഫുള്ള തുടങ്ങിയവരാണ് സഹപരിശീലകർ. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, എസൻസ് പ്രതിനിധികളായ ഔറംഗസീബ് കൊട്ടിലിങ്ങൽ, ജോൺ പുലിക്കോട്ടിൽ, KPR പ്രദീപ്, സെന്റ് തോമസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോൺ വി, സ്പോർട്സ് അക്കാദമി ഡയറക്ടർ ഷാജി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. 100-ൽ അധികം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ സെപ്റ്റംബർ 3 ആരംഭിച്ച ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയും ഇന്ന് കുറഞ്ഞു. ഇതോടെ സ്വർണം ഗ്രാമിന് 4640 രൂപയും പവന് 37,120 രൂപയുമായി. വിയൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോം കന്നുകാലി ഫാമിലെ ഒരു മൂരി, ഒരു പശു, 2 മുട്ടനാടുകൾ എന്നിവയെ ലേലം ചെയ്ത് വിൽക്കുന്നു. ഒക്ടോബർ 3 രാവിലെ 11 മണിക്ക് കറക്ഷണൽ ഹോമിലാണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് 9495029422 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ലോകത്തെവിടെയിരുന്നും G4U ന്യൂസ് ചാനൽ തത്സമയം കാണുവാൻ G4U ന്യൂസിന്റെ ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. G4Uവിന്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഓണാശംസകൾ. പ്രധാന വാർത്തകൾ. തിരുവോണപ്പുലരി പിറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഉത്രാടപ്പാച്ചിലിൽ അമർന്ന് നാടും നഗരവും. കത്തിക്കയറി പൂവില, ആശങ്കയായി മഴയുടെ ഭീഷണിയും. തൃശൂരിലും തെരുവുനായ ആക്രമണം. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും UP സ്വദേശിക്കും കടിയേറ്റു. പലതവണ പരാതി ഉന്നയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഡിവിഷൻ കൌൺസിലറുടെ ആരോപണം. ഓണാഘോഷത്തിനിടെ അക്രമം കാണിക്കാനെത്തിയ കൊടും കുറ്റവാളികളെ തൃശൂർ സിറ്റി പോലീസ് പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട കടവി രഞ്ജിത്ത് ഉൾപ്പെടെ 3 കുറ്റവാളികളാണ് അറസ്റ്റിലായത്. ഉത്രാടപ്പുലരിയിൽ കണ്ണനെ ദർശിക്കാൻ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. ഐശ്വര്യവും സമൃദ്ധിയും നിലനിൽക്കുവാനായി കാഴ്ചക്കുലകളുടെ സമർപ്പണം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർമാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി.
watching G4U News.